ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് രണ്ട് സിനിമയെ കുറിച്ചിട്ടാണ്. ഒന്ന് പടക്കളം, അതുപോലെ തന്നെ സർക്കിട്ട് എന്ന് പറഞ്ഞ പടം. ഈ രണ്ട് പടവും ഞാൻ ഇന്നലെ രാത്രി പോയി ഒറ്റയടിക്ക് ഒരേ സ്ക്രീനിൽ ഒരേ സീറ്റിൽ ഇരുന്ന് കണ്ട സിനിമയാണ്. ആദ്യം പടക്കളത്തിനെ കുറിച്ച് പറയും, കാരണം കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്ന ഈ ലിസ്റ്റിലുള്ള സിനിമകളിൽ പടക്കളം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പേര് വിജയ് ബാബു എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. കാരണം അങ്ങേരുടെ ആ ഫ്രൈഡേ ഫിലിംസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ അണ്ടറിൽ വരുന്ന പടങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ടീമുണ്ടല്ലോ, അവരെ ഞാൻ പണ്ട് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ് ഫ്രൈഡേ ഫിലിംസ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് ആദ്യം തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ പുതിയ ആൾക്കാരാണ്, പിന്നെ ട്രെയിലർ വന്ന സമയത്തും ഒരു ഹുക്കിംഗ് പോയിന്റ് ആ ഒരു സംഭവത്തിനകത്തുണ്ടായിരുന്നു. ബോഡി സ്വാപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി അതിനകത്തുണ്ടായിരുന്നു. പടത്തിലേക്ക് വരുന്ന സമയത്ത് ടീമിൻ്റെ കാസ്റ്റ് ഉണ്ടല്ലോ, വെടിച്ചില് കാസ്റ്റ് എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. എസ്പെഷ്യലി ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ സുരാജ്, അതുപോലെ തന്നെ സംഗീത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആലപ്പുഴ ജിംഖാനയുള്ള നമ്മളെ നല്ല കട്ട കിൻഡിൽ ഇടിടിയുന്ന ആ ഒരു പയ്യൻ, ഓ മോനെ, ആ ഒരു പടത്തിനേക്കാളും 100 ഇരട്ടി ഈ ഒരു പടത്തിനകത്ത് ഈ ഒരു സംഗീതം എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ആക്ടറിന്റെ ഡെവലപ്മെന്റ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു സിനിമ കാണണം. കാരണം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് സെക്കൻഡ് ഹാഫിനകത്ത്. ഒരു പാവമാണ് ഫസ്റ്റ് ഹാഫിനകത്ത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ ഒരു സ്ക്രീനിലേക്ക് എത്തിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സംഭവങ്ങളിൽ മൂപ്പര് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സ്വാഗ്, ഒപ്പം അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവലായിരുന്നു. ഒന്നും പറയാനില്ല. തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റിയൊരു കിടിലം വൈബ് സാധനം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് പടക്കളം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നേരത്തെ പറഞ്ഞ ഷറഫുദ്ദീൻ്റെയും സുരാജിൻ്റെയും ക്യാരക്ടേഴ്സ്. സുരാജിൻ്റെ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി പരിപാടി പിടിച്ചിട്ട് വരുന്ന ഒരു സംഭവം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ്റെ ഷറഫുദ്ദീനും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് മാറിയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചാൻസ് മൂപ്പർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ സെലക്റ്റീവായിട്ടാണ് മൂപ്പര് പടങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു സാധനമാണ്. പേഴ്സണലി ഇഷ്ടമുള്ള ഒരു നടനും കൂടിയാണ് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ. പിന്നെ ഈ ഒരു സിനിമയുടെ നട്ടെല്ല് എന്നൊക്കെ, അതായത് തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നതിനുള്ള ഏറ്റവും വലിയൊരു ഘടകം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടൊക്കെ ഉണ്ട്. ഇവരൊരു ട്രാപ്പിൽ പെട്ടിട്ട് കൊടുക്കുന്ന ഒരു പാട്ടും അതുപോലെ തന്നെ ചേസിങ് സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ചേസിങ് ഉദ്ദേശിച്ച ഓട്ടം തന്നെയാണ്. ഒരു കോളേജിനുള്ളിൽ കിടന്ന് ഓടുന്ന സീനൊക്കെ ഉണ്ട്. അമ്മോ, വേറെ വൈബ് പരിപാടിയായിരുന്നു. വൈബ് എന്നൊന്നും പറഞ്ഞാൽ പോലെ തിയേറ്ററിൽ അർമാദിക്കാനുള്ള സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് രാജേഷ് മുരുകേശൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള വർക്കുകൾ ഏതാണെന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്നത് ഈ ഒരു സിനിമയ്ക്കകത്താണ്. വേറെ വൈബ് മച്ചാനെ, വേറെ വൈബ്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കയ്യടിച്ച് ആസ്വദിച്ച് കേട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ലെവലും ഒരു രക്ഷയില്ല. ആ ഒരു പാട്ടിൻ്റെ ഒരു ഫുൾ വേർഷൻ നിങ്ങൾക്ക് എൻ ക്രെഡിറ്റ് സീനകത്ത് പേരെഴുതി കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ട് ഫുള്ള് തിയേറ്ററിൽ നിന്ന് കേട്ടിട്ട് തിരിച്ചെണീറ്റ് പോരുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ VFX ആൻഡ് അനിമേഷൻ ടീം, ഇതിനകത്ത് കുറച്ച് ഫാൻറ്റസി എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സംഭവങ്ങൾ നമ്മളെ സ്ക്രീനിലേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തിക്കാൻ ഈ ഒരു ടീമിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു മിനിമൽ ബഡ്ജറ്റിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ ഇവർക്ക് ഒരുപാട് ബഡ്ജറ്റൊക്കെ ചിലവാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കിടിലൻ സാധനങ്ങൾ ഇവർ ഇറക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു ടീമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു VFX ആൻഡ് ആനിമേഷൻ ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ കപ്പിത്താൻ എന്ന് പറയുന്ന ഡയറക്ടർ മനു സ്വരാജ്. കിടിലൻ വർക്കാണ്. ഇങ്ങേരുടെ ആദ്യത്തെ വർക്കാണോന്നും എനിക്കറിയില്ല. പക്ഷേ മൂപ്പര് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം, ഇത്തരത്തിലുള്ള ഒരു സിനിമയൊന്നും മലയാളത്തിൽ അങ്ങനെ വരാറില്ല. ഇതിനു മുമ്പ് ബോഡി സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഇതിഹാസ എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യം, തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ടെറൈനിൽ നടക്കുന്ന ഒരു പരിപാടി നമുക്ക് വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണല്ലോ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റിലും ആ ഒരു ഡയറക്ഷൻ പരിപാടിക്കകത്തൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ കാസ്റ്റിങ്ങിലാണ് ഇവർ മെയിനായിട്ട് പിടിച്ചിട്ടുള്ളത്. കാസ്റ്റിങ്ങും അതുപോലെ തന്നെ മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു പരിപാടി
ഗംഭീരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഈ ഒരു റീസെന്റ് കാലഘട്ടത്തിൽ മലയാളത്തിൽ ഇതുപോലത്തെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. എന്തായാലും ഈ ഒരു സിനിമ നല്ലൊരു തിയേറ്ററിനകത്ത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. തിയേറ്ററിക്കലി മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് പേഴ്സണലി എനിക്ക് പടക്കളം എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പിന്നെ ആസിഫ് അലിയുടെ സർക്കീട്ട് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ടീസറിനകത്തും ട്രെയിലറിനകത്തൊക്കെ കണ്ട പോലെയൊക്കെ തന്നെ ഒരു ഫീൽ ഗുഡ്, നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കിടിലൻ ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി നിങ്ങൾ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങളെ വളരെയധികം എന്താ പറയുക എൻകറേജ് ചെയ്യിക്കുന്ന ഒരുപാട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നല്ല പാരന്റിങ് എന്താണെന്ന് പറഞ്ഞു തരുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഓർഹാൻ ഹൈദർ എന്നോ അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേര്. അടിപൊളിയായിട്ട് ആ കുട്ടി കൊടുത്ത സാധനം ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആ കുട്ടി പാരൻസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ പേഴ്സണലി ചിലപ്പോൾ നമ്മളൊക്കെ ആ ഒരു സിറ്റുവേഷൻ കൂടെ ഒക്കെ പോയിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു സമയത്തൊന്നും നമ്മൾ അങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത്. അതിന് പകരം ഇങ്ങനെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിക്കുള്ളൊരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതൊക്കെ ഒരുപാട് നല്ല മൊമെന്റ്സ് കൂടെ പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു സിനിമ, പറയാതെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാരൻസ് ആയിട്ട് വന്നിട്ടുള്ള ദീപക് പരമ്പോൾ ആൻഡ് ദിവ്യപ്രഭ എന്ന് പറയുന്ന രണ്ട് ആക്ടേഴ്സ്, വൗ, ഒന്നും പറയാനില്ല. നമ്മൾ കണ്ടിട്ടുള്ള എന്താ പറയുക നമ്മളുടെ ചുറ്റുപാടുകളിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിൽ എസ്പെഷ്യലി ദീപക് പരമ്പോളിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സൂപ്പറായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ നിസ്സഹായാവസ്ഥയും, പ്രത്യേകിച്ച് ആണുങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എനിക്കും കുറേയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ പോയാലും ടെൻഷൻ, ജോലി സ്ഥലത്ത് പോയാലും ടെൻഷൻ, എവിടെ ചെന്ന് കഴിഞ്ഞാലും ടെൻഷൻ. അതിൻ്റെ ഇടയിൽ ഇത്രയും എന്താ പറയുക ഒരു ഗുരുതരാവസ്ഥയിൽ പെടുന്ന സിറ്റുവേഷനിലൊക്കെ പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുക. ഒരുപാട് സംഭവങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്, ദീപക് പരമ്പോളിൻ്റെ ആ ഒരു ക്യാരക്ടറിനകത്ത്. അതുപോലെ തന്നെ ദിവ്യപ്രഭയുടെ ക്യാരക്ടർ, ആ കുട്ടിയുടെ ഒപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു അമ്മയുടെ ആ ഒരു സ്നേഹം കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് അവർ സ്ക്രീനിനകത്ത് കൊണ്ടുവന്നുണ്ട്. പല സമയത്തും അത് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ റീസെന്റ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗംഭീര നടനാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. ആസിഫ് അലി കരയുമ്പോൾ നമുക്ക് ഇതിൽ കരയാൻ തോന്നും, കാരണം അത്രയ്ക്കധികം കിടിലൻ മൊമെന്റ്സ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ആ ഒരു പരിപാടി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടാവും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ആസിഫ് അലിക്കായിരിക്കും. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ആസിഫ് അലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മുമ്പ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആസിഫ് അലി നമുക്കിടയിലുള്ള ആരൊക്കെയോ എന്തൊക്കെയൊക്കെയോ ഉള്ള ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പേഴ്സണലി ഇപ്പോഴത്തെ യൂത്ത് ആക്ടേഴ്സിന്റെ ഇടയിൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഇത്ര കിടിലനായിട്ട് അഭിനയിക്കാൻ ആസിഫ് അലിക്ക് പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബാക്കിയുള്ളവരൊക്കെ സ്റ്റാർഡം മെറ്റീരിയൽസ് പടങ്ങൾക്ക് പിന്നാലെ പോകുന്ന സമയത്ത് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങേരുടെ ആ ഒരു ആക്ടിങ് പാടവത്തിനെ നമ്മളിങ്ങനെ അരിച്ചെടുക്കുക എന്ന് പറയില്ലേ, പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, മാസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആ സമയത്ത് അത്തരത്തിലുള്ള പടങ്ങളും അതിനുശേഷം ഇതുപോലുള്ള കിടിലം മൊമെന്റ്സ് ഉള്ള പടങ്ങളും അഭിനയ പ്രാധാന്യമുള്ള പടം, ഇപ്പോൾ ഉദാഹരണം കിഷ്കിന്താണ്ടായാലും തലവനായി കഴിഞ്ഞാലും ഇപ്പൊ ഈ ഒരു സിനിമയായി കഴിഞ്ഞാലും ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ കാരണം അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമയ്ക്കകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വന്നിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഫേസിൽ വന്നിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു നിൽക്കാൻ സ്ഥലമില്ലാണ്ട് ഫ്രണ്ടിനെ വിളിക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഫ്രണ്ട് പറയണം 10 ദിവസം ഇവിടെ ഒരാളില്ല, അപ്പോൾ നീ ആളുടെ പകരത്തിന് നീ ഇവിടെ എൻ്റെ കൂടെ നിന്നോ എന്ന് പറയുന്ന സമയത്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മൂപ്പരുടെ ഫേസിൽ വന്നിട്ടുള്ള ആ ഒരു ഹോപ്പ് കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതും തുടർന്നുണ്ടാവുന്ന അങ്ങേരെ ആ വണ്ടി വിളിച്ച് പോകുന്ന സമയത്ത് സൂര്യപ്രകാശം മുഖത്തേക്ക് അടിക്കുമ്പോൾ ആളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ കാണിക്കുന്ന ഒരു സീനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരൊരു കടയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു അങ്ങേർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനിനകത്ത് ആസിഫ് അലി ജീവിക്കുകയാണോ അഭിനയിക്കുകയാണോ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും കിടിലനായിട്ട് എക്സ്പ്രഷൻ ഇടാൻ ഇങ്ങനെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കുള്ള എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് 2-3 സ്ഥലത്ത് ഞാൻ കരയാറായ സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട് മൂപ്പര് കാരണം. മൂപ്പരുടെ ആ ഒരു പെർഫോമൻസ് കാരണം എങ്ങനെയാണ് ആടെ ഉമ്മർത്ത് പെർഫോം ചെയ്ത് ബാക്കിയുള്ളവരെന്ന് എനിക്കറിയില്ല. പിന്നെ കൂട്ടുകാരനോട് അച്ഛനെ കുറിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, എൻ്റെ മോനെ അത് വേറെ ലെവലൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ആളുടെ ഉറ്റ സുഹൃത്തിനോട് പറയുന്നൊരു സീന്
പിന്നെ അതുപോലെ ഉറ്റ സുഹൃത്തിനോട് വേറൊരു കാര്യം പറയുന്നുണ്ട്, പൈസയെക്കുറിച്ച് പറയുന്ന, ഒരു പൈസ കുറച്ച് കടം ചോദിക്കുന്ന സമയത്ത് പറയുന്ന കുറേ ആ സമയത്ത് നമ്മളെ ജീവിതം പഠിപ്പിക്കുന്ന കുറേ ഉപദേശിച്ചമയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു മുഖത്തടി പോലത്തെ ഒരു പരിപാടി ആസിഫ് അലി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തുള്ള പെർഫോമൻസ് ആയിക്കോട്ടെ, ക്ലൈമാക്സിനകത്ത് ആ കുട്ടി ഒരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് മുഖത്തുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഓ, എത്ര പുകഴ്ത്തി കഴിഞ്ഞാലും മതിയാവാത്ത അത്ര പെർഫോമൻസ്, അല്ലെങ്കിൽ അത്രയും ഇമോഷൻസ് ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആസിഫ് അലി. എനിക്കിത് പറയുമ്പോൾ തന്നെ എന്തോ ഒരു സങ്കടം മനസ്സിനകത്ത് ഫീൽ ചെയ്തിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും കിടലിനായിട്ട് ആസിഫ് അലി ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ്, ഇതൊരു ഫീൽ ഗുഡ്, ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ് ഉള്ള സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ കണക്ട് ചെയ്യിക്കാൻ ആവശ്യമുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്. ഒരു രക്ഷയില്ല, കിട്ടിലോസ്കി സാധനമായിരുന്നു. കിട്ടിലെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും, അത്രയും കിടലും സാധനം സൂപ്പറായിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ തോന്നുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സിനിമയായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമയും തിയേറ്ററിനകത്ത് കാണാൻ ശ്രമിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.